KSRTCയിൽ വനിതകൾക്ക് സൗജന്യ യാത്ര UDFിൻ്റെ പ്രധാന തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു. ഇപ്പോൾ ഈ സൗജന്യ യാത്ര ഉടൻ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഒരു വേറിട്ട പ്രതിഷേധം മഹിളാ മോർച്ച നടത്തുന്നത്. ഈ KSRTC ബസ്സുകളിൽ ടിക്കറ്റ് ഇല്ലാതെ യാത്ര കയറി സൗജന്യ യാത്ര വേണമെന്നാവശ്യപ്പെട്ടാണ് ഒരു പ്രതിഷേധം. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് തിരുവനന്തപുരം തമ്പാനൂരിൽ നിന്ന് ആറ്റിങ്ങൽ ഭാഗത്തേക്ക് പോകുന്ന ബസ്സാണ്. അവിടെയാണ് മഹിളാ മോർച്ച പ്രവർത്തകർ ഇപ്പോൾ പ്രതിഷേധിക്കുന്നത്. ഈ മഹിളാ മോർച്ചയുടെ പ്രതികരണം കൂടി നമുക്ക് ചോദിക്കാം. ഇപ്പോൾ എന്താണ് ഇത്തരത്തിലൊരു സമരമാർഗത്തിലേക്ക് പോയത്? സമരമാർഗത്തിലേക്ക് ഞങ്ങൾ പോയത് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്ന കാര്യം, ഈ ഇലക്ഷൻ പ്രചരണത്തിന്റെ സമയത്ത് ശ്രീ KC വേണുഗോപാൽ MP-യും അതുപോലെ പാലക്കാട് നിന്നും വിജയിച്ചിട്ടുള്ള ശ്രീ രമേശ് പിഷാരടി അടക്കമുള്ള ആളുകൾ KSRTC ബസ്സിൽ കയറി അവിടെയുള്ള സ്ത്രീകൾക്ക് കൊടുത്ത വാക്കാണ് 15-ാം തീയതി മുതൽ സൗജന്യ യാത്ര എന്നുള്ളത്. ഇവിടെ സത്യപ്രതിജ്ഞ ചെയ്തില്ല എന്ന് പറയുമ്പോൾ അത് ആരുടെ ഫോൾട്ടാണ് എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏപ്രിൽ മാസത്തിൽ തുടക്കത്തിൽ തന്നെ നമ്മുടെ ഇലക്ഷൻ പിന്നിട്ടതാണ്. ഒരു മാസം കഴിഞ്ഞിട്ടാണ് നമ്മുടെ റിസൾട്ട് വരുന്നത്. സർക്കാർ അധികാരമേൽക്കാതെ അങ്ങനെ ഒരു നയപരമായ തീരുമാനം എടുക്കാൻ പറ്റുമോ? പറ്റില്ല, അത് ഞങ്ങൾക്കറിയാം. മെയ് 4-ാം തീയതി റിസൾട്ട് വന്നതിന് ശേഷം അന്ന് തന്നെയാണ് വെസ്റ്റ് ബംഗാളിൽ റിസൾട്ട് വന്നിട്ടുള്ളത്, അന്ന് തന്നെയാണ് തമിഴ്നാട്ടിൽ വന്നിട്ടുള്ളത്, ആസാമിൽ വന്നിട്ടുള്ളത്, പുതുച്ചേരിയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം വെസ്റ്റ് ബംഗാൾ ശ്രീ സുവേന്ദു അധികാരി ചീഫ് മിനിസ്റ്ററായി അധികാരത്തിലേറ്റു. അത് അധികാരത്തിലേറിയതിനു ശേഷം ഇത് പാസ്സാക്കിയിരിക്കുകയാണ്. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നുള്ള ബില്ലിൽ അദ്ദേഹം ഒപ്പുവെച്ച് അത് പ്രാബല്യത്തിൽ വരുത്തിയിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ആ സമാനമായിട്ടുള്ള രീതിയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നീങ്ങാമെങ്കിൽ ഇവിടെ അത് സത്യപ്രതിജ്ഞ ചെയ്തില്ല എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ള വലിയൊരു ഫോൾട്ടാണ്. ഇപ്പോൾ സൗജന്യ യാത്ര കിട്ടിയോ? ഞങ്ങൾ ചോദിച്ചു വാങ്ങിയിരിക്കുകയാണ് സൗജന്യ യാത്ര. അതല്ലെങ്കിൽ ബസ് എടുക്കാൻ സമ്മതിക്കില്ല എന്ന് ഞങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് ഇറങ്ങി തിരിച്ചു ഞങ്ങൾ KSRTC ബസ്സിൽ തന്നെ തിരിച്ചു വരുന്നതാണ്. ഞാൻ ടിക്കറ്റ് കൊടുത്തു. ഓർഡറില്ലാതെ എനിക്ക് ഫ്രീ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? പിന്നെ എനിക്കൊരു അന്വേഷണം വന്നാൽ ഞാൻ ഉത്തരം പറയേണ്ടി വരൂലേ? ആ പൈസ ഞാനും അവിടുത്തെ ദിവസം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് സാറ്. 22 പേർ. എവിടെ വരെ? ആറ്റിങ്ങൽ വരെ. ഈ കണ്ടക്ടർ സ്വന്തം നിലയ്ക്ക് തന്നെ ഈ പ്രവർത്തകർക്ക് ഈ ടിക്കറ്റ് നൽകുകയായിരുന്നു. ആ ടിക്കറ്റിൻ്റെ പണം തൻ്റെ അക്കൗണ്ടിൽ നിന്ന്, തൻ്റെ കയ്യിൽ നിന്ന് നൽകും എന്നതാണ് വനിതാ കണ്ടക്ടർ പറഞ്ഞിരിക്കുന്നത്. കാരണം നിലവിൽ ഈ സൗജന്യ യാത്ര അനുവദിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവുകൾ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ സൗജന്യ ടിക്കറ്റ് നൽകാൻ തനിക്ക് നിർവാഹമില്ല. പക്ഷേ ആ ഒരു പ്രതിഷേധം ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായി സ്വന്തം നിലയ്ക്ക് സ്വന്തം കയ്യിൽ നിന്ന് കാശ് മുടക്കി 22 വനിതാ പ്രവർത്തകർക്കാണ് ടിക്കറ്റ് നൽകിയിരിക്കുന്നത്. 22 പേർക്ക് തിരുവനന്തപുരത്ത് നിന്ന് ആറ്റിങ്ങലിലേക്കുള്ള ടിക്കറ്റ്, ഒരു ടിക്കറ്റിന് 40 രൂപയാണ്. ആ ടിക്കറ്റ് കണ്ടക്ടറുടെ കയ്യിൽ നിന്നാണ് പോകുന്നത്. എന്തായാലും നിലവിൽ ഈ പ്രതിഷേധം തുടരുകയാണ്. ഈ സംസ്ഥാന വ്യാപകമായാണ് മഹിളാ മോർച്ച പ്രവർത്തകർ ഇങ്ങനെ ഈ സൗജന്യ യാത്ര ആവശ്യപ്പെട്ടുകൊണ്ട് എത്രയും വേഗം നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. അത് തിരുവനന്തപുരത്തായിരുന്നു അതിൻ്റെ സംസ്ഥാന തല ഉദ്ഘാടനം. അവിടെയാണ് ഇത്തരത്തിലൊരു വേറിട്ട പ്രതിഷേധത്തിലേക്ക് മഹിളാ മോർച്ച കടന്നിരിക്കുന്നത്.